സുർജിത്ത്, ഫ്ലാഗ് ഓഫ് തുടങ്ങുകയാണോ? ഫ്ലാഗ് ഓഫ് നടക്കുകയാണോ ഇപ്പോൾ? ഇതാ ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചിരിക്കുന്നു. നഗരത്തിന്റെ പിതാവായിട്ടുള്ള MK വർഗീസ് തന്നെയാണ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചിരിക്കുന്നത്. അത് പൂർത്തിയായിരിക്കുന്നു. റവന്യൂ മന്ത്രി K രാജൻ, MLA ബാലചന്ദ്രൻ, അതോടൊപ്പം തന്നെ മറ്റ് നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ, ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അടക്കമുള്ള ആളുകൾ, അങ്ങനെ ഔദ്യോഗികമായി ജനപ്രതിനിധികളും മറ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ എല്ലാവരും ഒത്തിണങ്ങി ഒരുമയോടുകൂടി ഇപ്പോൾ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വെളിയന്നൂർ ദേശം ഇവിടേക്ക് കടന്നു വരും. മറ്റ് സംഘങ്ങളെല്ലാം തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് ഘട്ടം ഘട്ടമായി പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവേശിച്ച ശേഷം അത് പൂർണ്ണമായും ഇവിടേക്ക് എത്തി സ്വരാജ് റൗണ്ട് വലം വയ്ക്കുന്നതാണ് രീതി. അത് നടുവിലാലിലെത്തുമ്പോൾ ഗണപതിക്ക് തേങ്ങയുടയ്ക്കും. ഓരോ സംഘങ്ങളും നടുവിലാൽ ഗണപതി ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലായി തേങ്ങയുടയ്ക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്നുള്ളത്. ആ ചിട്ടവട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി നഗരപിതാവ് ഇപ്പോൾ MK വർഗീസ് ഇത് നിർവഹിച്ചിരിക്കുന്നു. അതായത് ഇവിടുത്തെ മേയർ ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചിരിക്കുന്നു. അതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെ ചില ടാബ്ലോ, അതായത് നിശ്ചല ദൃശ്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനാണ്. വലിയ രീതിയിൽ രാസലഹരി അടക്കം ഈ തലമുറയെ കാർന്നു തിന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിനെതിരായുള്ള പ്രതിരോധം, ആ പ്രതിരോധത്തിന്റെ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിഷയം അടയാളപ്പെടുത്തുന്ന ടാബ്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചടക്കം ഇത്തരത്തിലുള്ള ലഹരി വ്യാപനമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ, അതിന്റെ ഭാഗമായി തന്നെ ഈ ടാബ്ലോ എത്തിയിരിക്കുന്നു. ഇതുപോലെ സമാനമായ രീതിയിലുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളും മറ്റ് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചരിത്ര സംഭവങ്ങളും എല്ലാം ആലേഖനം ചെയ്യുന്ന തരത്തിൽ നിരവധി നിശ്ചല ദൃശ്യങ്ങളാണ് ഓരോ സംഘങ്ങൾക്ക് പിറകിലുമായി ഉണ്ടാവുക. ആദ്യം പുലികളി സംഘം, അതിൽ 51 പുലികൾ ഉണ്ടാകും. ആ 51 പുലികൾക്കൊപ്പം ഇതിനൊപ്പം ചൂട് വയ്ക്കുന്ന വലിയ രീതിയിലുള്ള നാട്ടിൽ നിന്നുള്ള ഓരോ ദേശങ്ങളിൽ നിന്നുള്ള സംഘവും, അതിനുശേഷമാണ് പുലിവണ്ടി എത്തുക. ആ പുലിവണ്ടിക്ക് പിറകിലായി നിശ്ചല ദൃശ്യങ്ങളുണ്ടാകും. അതും പലരും പല രീതിയിലാണ്, അതായത് പല വിഷയങ്ങളിലൂന്നിയുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിലടക്കം ഊന്നിയുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് ഇതിനകത്ത് പ്രകടമാവുക. എന്തായാലും ആ ഒരു കാഴ്ചയ്ക്ക് ഇപ്പോൾ ഈ അക്ഷരാർത്ഥത്തിൽ സ്വരാജ് റൗണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. സ്വരാജ് റൗണ്ടിൽ അത്രമാത്രം വലിയ രീതിയിലുള്ള പങ്കാളിത്തം പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു മേഖലയിൽ മാത്രമല്ല, ഞാൻ നിൽക്കുന്നത് തെക്കേ ഗോപുരനടയിലാണ്. സ്വരാജ് റൗണ്ടിന്റെ ഓരോ മേഖലയിലൂടെയും ഇത്തരത്തിൽ 9 പുലികളി സംഘങ്ങൾ വിവിധ മേഖലയിലൂടെ ഇതിനകത്തേക്ക് കടന്നു വരും. ആ കാഴ്ച ഒരു വർണ്ണാഭമായ കാഴ്ച തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായും കുതിച്ചുവടിൽ അമരാൻ വേണ്ടി ഈ പൂരത്തിന്റെ നഗരി മാറും. അതിനുശേഷം ഏതാണ്ട് ഒരു 6:30 ശേഷമാകും മറ്റ് സസ്പെൻസ് ഉള്ള പല പുലികളും, ഫ്ലൂറസന്റ് പുലികളടക്കം ഇതിനകത്ത് ഇനി എത്താനുണ്ട്. അതൊക്കെ ഇവിടേക്ക് എത്തും. നിശ്ചല ദൃശ്യങ്ങളിൽ പോലും പലതരത്തിലുള്ള സസ്പെൻസുകളുമുണ്ട്. ആ സസ്പെൻസുകളെല്ലാം തന്നെ വെളിപ്പെടും. അത്തരത്തിലൊരു കാഴ്ചയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ആ ഒരു വർണ്ണാഭമായ കാഴ്ച പലതരത്തിലും പലയിടത്തും സംഭവിക്കും. ഈ വഴിയിലൂടെ, അതായത് ഈ വഴിയിലൂടെയാണ് ഈ വെളിയന്നൂർ ദേശം കടന്നു വരുന്നത്. ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് പുലികളി സംഘങ്ങളുടെ വരവാണ്. ആ വരവ് ഒരാവേശ കാഴ്ചയാണ്. ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി 9 സംഘങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്തവണ വലിയ രീതിയിലുള്ള സാമ്പത്തിക പിന്തുണ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും നൽകിയിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും ആളുകളുടെ വലിയ രീതിയിലുള്ള ആരവം ഈ പുലികളിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമില്ല. അതുതന്നെയാണ് ഇങ്ങനെ ഒരു പങ്കാളിത്തത്തിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വരുന്ന പുലികളി സംഘങ്ങൾ വെളിയന്നൂർ ദേശം, കുട്ടൻകുളങ്ങര ദേശം, യുവജന സംഘം വിയൂർ, ശങ്കരകുളങ്ങര ദേശം, അയ്യന്തൂർ ദേശം, ചക്കാമുക്ക് ദേശം, സീതാറാമിൽ ദേശം, നായ്ക്കനാൽ ദേശം, പാട്ടുകായ്ക്കൽ ദേശം എന്നീ 9 ടീമുകളാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. പാട്ടുകായ്ക്കൽ ദേശം ഇങ്ങനെ 9 കേന്ദ്രങ്ങളിൽ നിന്നായി 9 സംഘങ്ങളായി തിരിഞ്ഞ് 459 പുലികൾ, കൃത്യമായി പറഞ്ഞാൽ 459 പുലികളാണ് നഗരത്തിലേക്ക് ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. പുലി പേടി, പുലി ഭീതി എന്നൊക്കെയാണ് സ്ഥിരമായി നമ്മൾ വാർത്തയിൽ പറയാറ്. പക്ഷേ ഇത് പുലി ആവേശമാണ്, പുലിക്കളി ആവേശമാണ്. തൃശ്ശൂർ ജനതയുടെ മാത്രമല്ല, കേരളക്കരെ ആകെ നെഞ്ചോടെ ചേർക്കുന്ന മറ്റൊരു ആഘോഷം കൂടിയാണ് ഈ തൃശ്ശൂരിൻ്റെ പുലിക്കളി എന്നുള്ളത്. അങ്ങനെ പുലി ആരവത്തിൽ തൃശ്ശൂർ ഒരുമിക്കുകയാണ്. ഒത്തൊരുമയുടെ ഉത്സവം കൂടിയാണിത്. ഓണാഘോഷത്തിന് തൃശ്ശൂർ ജില്ലയിൽ സമാപനം കുറിക്കുന്ന ഉത്സവം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.